മാതാപിതാക്കളുടെ പിന്നെ ഫേസ്ബുക്കിലുള്ള വിമർശനങ്ങൾ കേസെടുക്കാൻ പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഇവരുടെ പുസ്തകത്തിൽ ബലാത്സംഗം ചെയ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അത് കേസെടുക്കില്ല എന്നും ഇത് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രതികരിച്ചത് കേസ് എടുക്കുന്നുവെന്ന് പറയുന്നത്. മാതാമൃതാനന്ദമയിന്റെ മഠത്തിൽ നടന്നു എന്ന് പറയുന്ന കാര്യം ആ മഠത്തിന് പുറത്തുള്ളി ആരും പറഞ്ഞതില്ല. അവരുടെ കൂടെ ഇവർക്ക് വലിയ സ്ഥാനമായിരുന്നു നടത്തില്ല. ഈ പറഞ്ഞ വിദേശ വൈദ്യയാണ്. അവര് നല്ലതുപോലെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് പറയും. പക്ഷെ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് എനിക്ക് നിയമപരമായിട്ട് അറിയില്ല. അത് അവരൊരു പരാതിയായിട്ട് ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ അവരൊരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആശ്രമത്തിന്റെ രീതിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് ഈ വെളിപ്പെടുത്തൽ കാണിക്കുന്നത്. ഇത് സർക്കാർ ഗൗരവമായിട്ട് കാണുക. അതിനെപ്പറ്റി പ്രതികരണം വന്നതല്ല ഗൗരവമായിട്ട് കാണുക. ആശ്രമത്തിൻ്റെതായ അന്തരീക്ഷം ആണ്. ആശ്രമം എന്നത് സാധാരണ നിലക്ക് ചെല്ലുന്ന പലരും ഈ ലൗകിക ജീവിതത്തിൽ താല്പര്യമില്ലാതെ ആശ്രമ ജീവിതം നയിക്കാൻ പോകുന്നത് അവർക്ക് അതിൻ്റെതായ ശാന്തിയും സമാധാനവും കിട്ടത്തക്ക അന്തരീക്ഷമാണോ അത് വരുന്നത്? അല്ല, ഇവർ വെളിപ്പെടുത്തിയതുപോലെ ഉള്ള ചില സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ചില വിഘടന്മാർ അവിടെ ഉണ്ടോ? അവരുടെ കളികളാണോ നടക്കുന്നത്? പറഞ്ഞത് മാതാമൃതാനന്ദമയിയുടെ ഏറ്റവും അടുത്ത ആളും ആ സ്ഥാപനത്തിന്റെ അമൃതാനന്ദമയിക്ക് പുറമേ നിയന്ത്രണം വഹിക്കുന്ന ആളെ കുറിച്ചുമാണ്. അപ്പോൾ അതീവ ഗൗരവമായൊരു പ്രശ്നമാണ്. അതാണ് ഗവൺമെന്റ് ആലോചിച്ചത്. കേസ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്നുള്ളത് നിയമപരമായിട്ട് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കതിന് എന്റെ നിയമവശം അറിയില്ല. ഞാനതിന്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഈ ആശ്രമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കുന്നതിന് ജാഗ്രത ഗവൺമെന്റ് വേണം. ആശ്രമങ്ങളെ പറ്റി പൊതുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്ന്, പല ആശ്രമങ്ങളിലും കോടാനുകോടി രൂപ കൈകാര്യം ചെയ്യും. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സുതാര്യമായ ഏർപ്പാടുകൾ എല്ലാവരുടെയും ഉണ്ടാകുന്നതിന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ വന്ന അനുഭവത്തിൽ ചെയ്യേണ്ടത്. അവിടെ നടന്നോ നടന്നില്ലേ എന്നുള്ളത് അവരെ ചോദ്യം ചെയ്താലേ മനസ്സിലാവും. ഈ പറഞ്ഞ സ്ത്രീയെ ചോദ്യം ചെയ്താലേ മനസ്സിലാവും. അവരിപ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആശ്രമങ്ങളിൽ നല്ല ജാഗ്രത വെച്ച് പുറത്തു പോകാൻ കഴിയും.